തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ഉസ്മാൻ സാഹിബ്, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ SDPI തമിഴ്നാട് സംസ്ഥാന പ്രസിഡന്റ്, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നല്ലൈ മുബാറക് സാഹിബ്, പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ് സാഹിബ്, പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് മാസ്റ്റർ, പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ, പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയി അറക്കൽ, മറ്റ് വേദിയിൽ ഉപവിഷ്ടരായ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗങ്ങൾ, ജില്ലാ പ്രസിഡന്റ് അൻവർ പഴഞ്ഞി, പാർട്ടിയുടെ നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് മുജീബ് സാഹിബ്, വേദിയിലും സദസ്സിലുമായുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾ, വളരെ സന്തോഷത്തോടെയാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. നിങ്ങൾ എന്നെ ഈ മണ്ഡലത്തിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എന്നെ നിയോഗിച്ചതിലുള്ള സന്തോഷമാണ് ഞാൻ ഇവിടെ പ്രകടിപ്പിക്കുന്നത്. ഞാൻ കൃത്യമായി മനസ്സിലാക്കുന്നു, ഈ മണ്ഡലത്തിലെ ഓരോ വോട്ടർമാരെയും നേരിൽ കാണുമ്പോൾ അവരാഗ്രഹിക്കുന്നത് ഒരു രാഷ്ട്രീയ മാറ്റമാണ്. ഇവിടെ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ അവർക്ക് ലഭ്യമായിട്ടില്ല. അവർ ഭയപ്പാടോടുകൂടി ജീവിക്കുന്നു. എപ്പോഴാണ് കാട്ടാന ഇറങ്ങി വരിക എന്ന്, എപ്പോഴാണ് പുലി ഇറങ്ങി വരിക എന്ന്, എപ്പോഴാണ് കടുവ ഇറങ്ങി വരിക എന്ന് വന്യമൃഗങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ജനങ്ങളോട് അവരെയാണ് അഭിസംബോധന ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പ്. അവരെയാണ് അഡ്രസ് ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പ്. ഇത്ര കാലമായിട്ട് വികസനം എന്താണ് എന്ന് പോലും കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല. അവരോട് ഇതുവരെ അവരെ ഭരിച്ചവർ അവരോട് പറഞ്ഞത് വികസനം എന്ന് പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ചാണ്. അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ വിഷമിക്കുന്നവരോട് ഇതാണ് നിങ്ങളുടെ വികസനം, നിങ്ങളുടെ ബൈപ്പാസ് റോഡ് വന്നാൽ അത് വികസനമാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണത്. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ, ജനാധിപത്യ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തെ ജനങ്ങളുടെ വികസനം എന്ന് പറയുന്നത് ആ രാജ്യത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനുള്ളതാണ്. ഇവിടെ പറഞ്ഞ റോഡുകളും സ്കൂളുകളും കോളേജുകളും സംവിധാനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളാണ്. ആ അടിസ്ഥാനമായ സൗകര്യങ്ങൾ ലഭ്യമാവുക എന്നത് അവരുടെ മൗലികമായ അവകാശമാണ്. ആ മൗലികമായ അവകാശം അവർക്ക് വകവെച്ച് കൊടുക്കുക എന്നുള്ളത്, വകവെച്ച് കിട്ടുക എന്നുള്ളത്, സർക്കാർ അത് ചെയ്തു കൊടുക്കുക എന്നുള്ളത് അവരുടെ മൗലികമായ അവകാശമാണ്. ആ മൗലികമായ അവകാശം നിഷേധിക്കപ്പെട്ടാണ് ഇത്രയും കാലം അവർ ജീവിച്ചത് എന്ന് കൃത്യമായി അവർക്കിടയിൽ പ്രചരണം നടത്തുമ്പോൾ മനസ്സിലാവുകയാണ്. നമ്മൾ അറിയണം സുഹൃത്തുക്കളെ, ഇവിടെ കബളിപ്പിക്കപ്പെടുകയാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ. അവരോട് അങ്ങനെയാണ് പറയപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയണം, ഈ തെരഞ്ഞെടുപ്പ് അതിന്റെ തുടക്കത്തില് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് സാധ്യമായ സമയത്ത് ജനങ്ങൾ ആശങ്കയിലായിരുന്നു, ആശയക്കുഴപ്പത്തിലായിരുന്നു. എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നില്ല? എന്തുകൊണ്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെടുന്നില്ല? അവരും ആശങ്കയിലാണ്. ജനങ്ങളെ എങ്ങനെയാണ് അഭിമുഖീകരിക്കുക എന്നതിലെ ആശങ്കയാണ് UDF-നും LDF-നും ഉണ്ടായത്. ആരാണ് മത്സരിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കാലം ജനങ്ങളിൽ, ഈ വോട്ടർമാരിൽ അവർ ആശങ്കകൾ ഉണ്ടാക്കി. അവസാനം തെരഞ്ഞെടുപ്പിന് ഈ സ്ഥാനാർത്ഥികൾ വന്നതിന് ശേഷവും ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ അവരെ അഡ്രസ് ചെയ്യേണ്ട അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച്, വികസനത്തെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ അവർ വിവാദങ്ങൾ ഉണ്ടാക്കുന്നു. ആദ്യം അവർ മിസ്റ്റർ അൻവർ, അദ്ദേഹം എന്തിനു വന്നു, അദ്ദേഹം എന്തുകൊണ്ട് LDF-ൽ നിന്ന് ഇറങ്ങി, അദ്ദേഹത്തെ UDF-ലേക്കുള്ള പ്രവേശനം നിഷേധിച്ചുകൊണ്ട് അവർ UDF LDF അതിൽ ചർച്ച നടത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ തുടക്കം കുറിച്ചു.